ഹായ് ഓൾ, ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റിൻ്റെയും പവേഴ്സ്, അതുപോലെ തന്നെ മണി ബില്ലിനെ കുറിച്ചാണ്. ആദ്യം തന്നെ പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇസ് ദി ഹെഡ് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ഓൾ ദി ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. പ്രസിഡന്റ് എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി ഡയറക്ട്ലി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് രാജ്യസഭ ആൻഡ് ലോക്സഭ ആൻഡ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇത്രയും പേര് ചേർന്നാണ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത്. അതുപോലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ടു പ്രൊട്ടക്റ്റ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രസിഡന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി നോക്കുന്നത് വാട്ട് ആർ ദി പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവറാണ്. അതായത് പ്രസിഡൻറ്റിന് ഈ താഴെ പറയുന്ന ആളുകളെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് പവർ. ഇനി ആരൊക്കെയാണ് എന്ന് നോക്കാം. ഫോർ എവരി എക്സിക്യൂട്ടീവ് ആക്ഷൻ ദാറ്റ് ദി ഇന്ത്യൻ ഗവൺമെൻറ് ടേക്സ് ഈസ് ടു ബി ടേക്കൺ ഇൻ ദി നെയിം ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് ഹീ മേ ഓർ മേ നോട്ട് make rules to simplify the transaction of business of the central government. Then he appoints the Attorney General of India. ആദ്യം Attorney General of India ആണ് and determines his remuneration. Then he appoints the following people. ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് Controller and Auditor General of India. അടുത്തത് ഇലക്ഷൻ Commissioner, Chief Election Commissioner and other election commissioners, then Chairman and members of the Union Public Service Commission, then ഓരോ സ്റ്റേറ്റിലെ ഗവേണേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റ് ആണ്. ദെൻ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഇറ്റ്സ് ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ്. ദെൻ ഹി സീക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫോർമേഷൻ ഫ്രം ദി യൂണിയൻ ഗവൺമെൻറ്. ദെൻ ഹി റിക്വസ്റ്റ് Prime Minister to submit for consideration of the Council of Ministers any matter on which a decision has been taken by a minister but which has not been considered by the council. അതുപോലെ he appoints national commissions of scheduled caste. അതുപോലെ he appoints interstate council. Then he appoints administrators of union territories. Then he can declare any area as a scheduled area and has powers with respect to the administration of scheduled areas and tribal areas. അടുത്തത് നമ്മൾ നോക്കുന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് ഹി സമൺ ഓർ പ്രൊറോക്സ് പാർലമെൻറ്റ് ആൻഡ് ഡിസോൾവ് ലോക്സഭ. അപ്പം പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കാനും പ്രൊറോഗ് ചെയ്യാനും അതുപോലെ ലോക്സഭയെ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരവും പ്രസിഡൻറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് പവറാണ്. ദെൻ ഹി സമൻസ് എ ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ഇൻ കേസ് ഓഫ് ഡെഡ് ലോക്ക്. അപ്പോൾ രണ്ട് ഹൗസസിനെയും ഒരുമിച്ച് വിളിക്കാനുള്ള അധികാരം പ്രസിഡൻറ്റിനുണ്ട്. പിന്നെ ഹി അഡ്രസ്സസ് ദി ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റ് ദി കമൻസ്മെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് സെഷൻ ആഫ്റ്റർ എവറി ജനറൽ ഇലക്ഷൻ. അടുത്തത് ഹി നോമിനേറ്റ്സ് 12 members ടു രാജ്യസഭ. Then he can nominate 2 members to Lok Sabha from the Anglo-Indian community. Then he can consult the Election Commission of India on question of disqualification of MPs. അതുപോലെ he can recommend or permit the introduction of certain types of bills. അതുപോലെ he promulgates ordinance. അടുത്തത് ഹി ലേസ് ദ ഫോളോയിങ് റിപ്പോർട്ട്സ് ബിഫോർ ദി പാർലമെൻറ്റ്. ഒന്നാമത്തെ റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടാണ്. പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, ഫിനാൻസ് കമ്മീഷൻ. അടുത്തത് ഫിനാൻഷ്യൽ പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റ്. ഒന്നാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് മണി ബില്ലാണ്. ആൻഡ് ഹിസ് പ്രയർ റെക്കമെൻഡേഷൻ ഈസ് എ മസ്റ്റ്. അതുപോലെ ഹി കോസസ് യൂണിയൻ ബഡ്ജറ്റ് ടു ബി ലെയ്ഡ് ബിഫോർ ദി പാർലമെൻറ്റ്. He also make a demand for grants and for this his recommendation is a prerequisite. Then contingency fund of India is under President's control and he constitutes the finance commission every 5 years. അടുത്ത judicial powers of president. Appointment of chief justice and Supreme Court or High Court judges are on him.
Then he takes advice from the Supreme Court. However, the advice is not binding on him. Then he has pardoning power. Under Article 72, the President have been conferred with the power to grant pardons against the punishment for an offense against Union law, punished by a martial court or death sentence. So, Presidentന് പാർഡനിങ് പവർ ഉണ്ട്. ആൻഡ് പാർഡനിങ് പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റ് ഇൻക്ലൂഡ് ദി ഫോളോയിങ് ടൈപ്സ്. ഏതൊക്കെയാണ്? ഒന്ന്, പാർഡൻ വിത്ത് ദി ഗ്രാൻഡ് ഓഫ് പാർഡൻ, കൺവിക്ട്സ് ബോത്ത് കൺവിക്ഷൻ ആൻഡ് സെൻറ്റൻസ് കംപ്ലീറ്റ്ലി അബ്സോൾവ്ഡ്. അടുത്തത് കമ്മ്യൂട്ടേഷൻ. കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നേച്ചർ ഓഫ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദ കൺവിക്റ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. നേച്ചർ ചേഞ്ച് ചെയ്യുന്നു. അടുത്ത റെമിഷൻ. റെമിഷൻ എങ്ങനെയാണ്? ടേം ഓഫ് ദി ഇംപ്രിസൺമെൻറ്റിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് റെമിഷൻ എന്ന് പറയുന്നത്. റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ അവാർഡ്സ് ലെസ്സർ പണിഷ്മെൻറ്റ് ദാൻ ഒറിജിനൽ പണിഷ്മെൻറ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദി സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് എ കൺവിക്റ്റ്. അടുത്തത് റിപ്രീവ്സ് ആണ്. റിപ്രീവ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റേ ദി എക്സിക്യൂഷൻ ഓഫ് ദി അവാർഡഡ് സെൻറ്റൻസ് ഫോർ എ ടെമ്പററി പീരീഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പാർഡനിങ് പവർ ഓഫ് പ്രസിഡൻറ്റിൽ വരുന്നത്. ഇനി അടുത്ത പവർ എന്ന് പറയുന്നത് ഡിപ്ലോമാറ്റിക് പവേഴ്സാണ്. അതിൽ വരുന്നത് ഇൻ്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് ദാറ്റ് ആർ അപ്രൂവ്ഡ് ബൈ ദ പാർലമെൻറ്റ് ആർ നെഗോഷിയേറ്റഡ് ആൻഡ് കൺക്ലൂഡഡ് ഇൻ ദി നെയിം ഓഫ് പ്രസിഡൻറ്റ്. ആൻഡ് ഓൾസോ പ്രസിഡൻറ്റ് ഈസ് ദി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ഇൻ ഇൻ്റർനാഷണൽ ഫോറംസ് ആൻഡ് അഫയേഴ്സ്. നെക്സ്റ്റ് പ്രസിഡൻറ്റിൻ്റെ മിലിറ്ററി പവറാണ്. അതിൽ വരുന്ന ഹീസ് ദ കമാൻഡർ ഓഫ് ഡിഫൻസ് ഫോഴ്സസ് ഓഫ് ഇന്ത്യ. അതുപോലെ ഹി അപ്പോയിൻറ്റ്സ് ചീഫ് ഓഫ് ദി ആർമി, ചീഫ് ഓഫ് ദി നേവി, അതുപോലെ തന്നെ ചീഫ് ഓഫ് ദി എയർഫോഴ്സ്. ഇതെല്ലാമാണ് പ്രസിഡൻറ്റിൻ്റെ മിലിറ്ററി പവർ എന്ന് പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 തരത്തിലുള്ള എമർജൻസീസിനെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് നാഷണൽ എമർജൻസി, പിന്നെ പ്രസിഡൻറ്റ് റൂൾ ഇൻ സ്റ്റേറ്റുകളിൽ പ്രസിഡൻറ്റിൻ്റെ റൂള് വയ്ക്കാം, പിന്നെ ഫിനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെ 3 എമർജൻസീസാണുള്ളത്. ഈ എമർജൻസീസ് പ്രഖ്യാപിക്കുന്നത് പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ മറ്റൊരു പവർ എന്ന് പറയുന്നത് ഓർഡിനൻസ് മേക്കിംഗ് പവറാണ് പറയുന്നത്. ആർട്ടിക്കിൾ 123 ആണ് ഡീൽസ് വിത്ത് ദി ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് ദി പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിന് ഒരുപാട് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. അതിൽ ഒരു പവറാണ് ശരിക്കും ഓർഡിനൻസ് മേക്കിംഗ് പവർ എന്ന് പറയുന്നത്. And he promulgates an ordinance on the recommendation of the Union Cabinet. അടുത്തത് വാട്ട് ഈസ് ദി വീറ്റോ പവർ ഓഫ് ദി പ്രസിഡൻറ്റ്. അതായത് വെൻ എ ബിൽ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ക്യാൻ പാസ് ദ ബിൽ ആൻഡ് ബിഫോർ ദി ബിൽ ബിക്കം ആൻ ആക്ട് ഇറ്റ് ഹാസ് ടു ബി പ്രസൻറ്റഡ് ടു ദി ഇന്ത്യൻ പ്രസിഡൻറ്റ് ഫോർ ഹിസ് അപ്രൂവൽ. അപ്പം ഒരു ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പാർലമെൻറ്റ് പാസ് ചെയ്താൽ അത് എന്ത് ചെയ്യും? പിന്നെ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോവും. അത് ആക്ട് ആവുന്നതിന് മുമ്പ് പ്രസിഡൻറ്റ് എന്ത് ചെയ്യണം? അത് അപ്രൂവ് ചെയ്യണം. ഇറ്റ് ഈസ് ഓൺ ദി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടു എയ്തർ റിജക്ട് ദി ബിൽ, റിട്ടേൺ ദ ബിൽ ഓർ വിത്ത്ഹോൾഡ് ഹിസ് അസെൻറ്റ് ടു ദി ബിൽ. അപ്പോൾ ഒന്നിലേ റിജക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യാനായിട്ട് പ്രസിഡൻറ്റിന് അധികാരമുണ്ട്. ദ ചോയ്സ് ഓഫ് ദ പ്രസിഡൻറ്റ് ഓവർ ദ ബിൽ ഈസ് കോൾഡ് ഹിസ് വീറ്റോ പവർ. അപ്പോൾ ആ പ്രസിഡൻറ്റിൻ്റെ ചോയ്സ്, ഈ ബില്ലിലുള്ള പ്രസിഡൻറ്റിൻ്റെ ചോയ്സിനെയാണ് വീറ്റോ പവർ എന്ന് പറയുന്നത്. വീറ്റോ പവർ ഓഫ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഈസ് ഗൈഡഡ് ബൈ ആർട്ടിക്കിൾ 111 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത് നോക്കുന്നത് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി വൈസ് പ്രസിഡൻറ്റ്. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസും പവേഴ്സുമാണ്. ഫസ്റ്റത്തെ എന്താണ്? ഹി ആക്ട് ആസ് എൻ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്നറിയപ്പെടുന്നത് വൈസ് പ്രസിഡൻ്റാണ്. In this capacity, his powers and functions are similar to those of the Speaker of Lok Sabha. And also in this respect, he resembles the American Vice President who acts as the chairman of the Senate. Means the upper house of the American legislature ആണ് Senate എന്നറിയപ്പെടുന്നത്. Then he acts as president when a vacancy occurs in the office of the president due to his resignation, removal, death or any other reasons. അടുത്തത് ഹീ ക്യാൻ ആക്ട് ആസ് എ പ്രസിഡൻറ്റ് ഓൺലി ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 6 months ആണ് പറയുന്നത്, വിത്തിൻ വിച്ച് എ ന്യൂ പ്രസിഡൻറ്റ് ഹാസ് ടു ബി ഇലക്റ്റഡ്. ഫർദർ, വെൻ ദ സിറ്റിംഗ് പ്രസിഡൻറ്റ് ഈസ് അൺഎബിൾ ടു ഡിസ്ചാർജ് ദ ഫങ്ഷൻസ് ഡ്യൂ ടു ദി ആബ്സെൻസ്, ഇൽനെസ് ഓർ എനി അതർ കോസ്, ദ വൈസ് പ്രസിഡൻറ്റ് ഡിസ്ചാർജസ് ദി ഫങ്ഷൻ അണ്ടർ ദ പ്രസിഡൻറ്റ് റെസ്യൂംസ് ഹിസ് ഓഫീസ്. അടുത്ത് നോക്കാം. ദി ഇലക്ഷൻ ഓഫ് a person as vice president cannot be challenged on the grounds that the electoral college was incomplete, that is, existence of any vacancy among the members of electoral college, and if the election of a person as vice president is declared void by the Supreme Court.
The acts done by him before the date of such declaration of Supreme Court are not invalidated. That means they continue to remain in force. അടുത്ത് നോക്കുന്ന മണി ബില്ലിനെ പറ്റിയാണ്. വാട്ട് ഈസ് എ മണി ബിൽ ഇൻ ഇന്ത്യ? ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 110 ഡീൽസ് വിത്ത് മണി ബിൽ. 110 ആർട്ടിക്കിൾ 110 മണി ബില്ലിനെ പറ്റി പറയുന്നത്. ആൻഡ് ദെയർ ആർ ഫ്യൂ പ്രൊവിഷൻസ് ഫോർ എ ബിൽ ടു ബി ഡീംഡ് ആസ് എ മണി ബിൽ. കുറേ പ്രൊവിഷൻസ്, ഒരു ബില്ല് മണി ബില്ലാവണമെങ്കിലുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറഞ്ഞാൽ ദി ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ഓൾട്രേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ടാക്സ്. രണ്ടാമത്തത് ദി റെഗുലേഷൻ ഓഫ് ദി ബോറോയിങ് ഓഫ് മണി ബൈ ദി യൂണിയൻ ഗവൺമെൻറ്. മൂന്നാമത്തത് കസ്റ്റഡി ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓർ കണ്ടീജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, ദി പേയ്മെൻറ്റ് ഓഫ് മണി ഇൻ ടു ഓർ ദി വിഡ്രോവൽ ഓഫ് മണി ഫ്രം എനി സച്ച് ഫണ്ട്. നാലാമത്തത് ദി അപ്രോപ്രിയേഷൻ ഓഫ് മണി ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. 5. Declaration of any expenditure charged on the consolidated fund of India or increasing the amount of any such expenditure. അടുത്തത് ദി റെസിപ്റ്റ് ഓഫ് മണി ഓൺ അക്കൗണ്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഓർ ദി പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഓർ ദി കസ്റ്റഡി ഓർ ഇഷ്യൂ ഓഫ് സച്ച് മണി ഓർ ദി ഓഡിറ്റ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഓർ ഓഫ് എ സ്റ്റേറ്റ്. ഏഴാമത്തെ എനിത്തിങ് ഇൻസിഡൻറ്റൽ ടു എനി ഓഫ് ദി മാറ്റർ. ഇനി ആർട്ടിക്കിൾ 110 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ ഗീവ് പ്രൊവിഷൻസ് ഫോളോയിങ് വിച്ച് എ ബിൽ കനോട്ട് ബി ഡീംഡ് ആസ് എ മണി ബിൽ. ഒരു ബില്ല് മണി ബിൽ ആകാതിരിക്കാനുള്ള കാരണങ്ങൾ അതും ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ആ പ്രൊവിഷൻസാണ് ഇനി പറയുന്നത്. 1. ദി ഇമ്പോസിഷൻ ഓഫ് ഫൈൻസ് ഓർ അതർ പെക്യൂനിയറി പെനാൽറ്റീസ്. 2. ഡിമാൻഡ് ഓർ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഫോർ ലൈസൻസസ് ഓർ ഫീസ് ഫോർ സർവീസസ് റെൻഡേർഡ്. മൂന്നാമത് വരുന്നത് ഇമ്പോസിഷൻ, അബോളിഷൻ, റെമിഷൻ, ഓൾട്രേഷൻ ഓർ റെഗുലേഷൻ ഓഫ് എനി ടാക്സ് ബൈ എനി ലോക്കൽ അതോറിറ്റി ഓർ ബോഡി ഫോർ ലോക്കൽ പർപ്പസസ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റിൻ്റെ പവേഴ്സ്, ഫങ്ഷൻസ്, അതുപോലെ തന്നെ മണി ബില്ല് എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.